ഫോർമേഷൻ ഒക്കെ ഉണ്ട്. പുള്ളി അങ്ങോട്ട് ഞാൻ ഇത്രയും കീബിലൻ പുള്ളിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റെമ്യൂണറേഷൻ കിട്ടുന്നതുകൊണ്ട് ഇവര് പോയി അഭിനയിക്കുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ ഊള റോള് കൊടുത്തിട്ട് മര സൈഡാക്കും. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. കാരണം നമ്മുടെ ഇത്രയും നല്ല ആക്ടേഴ്സ്, മണ്ണും മനുഷ്യനും ദൈവവും ഈ മൂന്നും ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് മാങ്ക പ്രസൻസ് സിനിമ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഉമർ ആൻഡ് മീ സെബാൻ. അപ്പൊ നമ്മൾ ഇന്ന് കാന്താര ചാപ്റ്റർ 1 ദ ലെജൻഡ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പൊ ഫസ്റ്റ് പാർട്ട് 2022 റിലീസായത്. അതുപോലെ തന്നെ ഈ പടം എക്സലന്റ് മൂവിയാണ്. ഐ മീൻ നമ്മുടെ അപ്പാർട്ട് ഫ്രം അവർ വ്യൂ, അവർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യണത്. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ ഒരു എക്സ്പെക്ടേഷനിലോ അല്ലെങ്കിൽ ഇതൊരു ഓവർ എക്സ്പെക്ടേഷനിലോ പോയി കാണാതിരിക്കും. എന്താണെന്ന് വെച്ചാല് ഈ സിനിമ സീക്വൻസ് അല്ല, അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ല, ഇത് പ്രീക്വലാണ്. സിനിമ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്റ്റോറിയാണ്. മറ്റത് ലൈവ് ആയിട്ടുള്ള സിനിമയായിരുന്നു കാന്താര 1 എന്ന് പറയുന്നത്. ഇത് കാന്താര 2 എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പിറകെ നടക്കുന്ന ഒരു സ്റ്റോറി ബേസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മള് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കാണുക. കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോവാം. അത്രയ്ക്ക് വർത്ത് വാച്ച് മൂവിയാണ്. മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. പിന്നെ നമ്മുടെ ഋഷഭ് ഷെട്ടി അല്ലെ, ഋഷഭ് ഷെട്ടി അറിയാലോ, പുള്ളി കിഡിലനായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ആണ് ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പുള്ളി നേരത്തെ ഈ അവാർഡും പരിപാടിയൊക്കെ കിട്ടിയതാണ്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് ഒരുപാട് പുള്ളിക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അതിന് അർഹനാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു പുള്ളി കിടിലനാണ്. പുള്ളിയുടെ ഒക്കെ വൈബ്രേറ്റ് ആയിട്ടുള്ള ആ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട്. അതെ, കഴിഞ്ഞ പാർട്ടിന് അവാർഡ് അവസാനത്തെ ക്ലൈമാക്സിലെ ഒരു 30 മിനിറ്റ്സിന് പുള്ളിക്ക് അവാർഡ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ആ പെർഫോമൻസ്, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി എല്ലാം കൂടെ ആണെങ്കിൽ പോലും അയാളുടെ ആക്ടിങ്, ഐ മീൻ ആ ഒരു പെർഫോമൻസ് ഇല്ലെങ്കിൽ എന്തായി, അത്രയും എഫേർട്ട് ഇട്ടിട്ട് പുള്ളി ഒരു പെർഫോമൻസ് ചെയ്തുകൊണ്ടാണല്ലോ അത് അത്രയും എലവേറ്റ് ചെയ്തത്. അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന പോലെയോ അത് മാത്രമല്ലല്ലോ ആക്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു അല്ലേ. അതെ, ഈ സിനിമയെ പറഞ്ഞ വെച്ചാല് സിനിമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിനിമ പക്ക ഒരു മിത്തോളജി ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇത് എനിക്ക് തോന്നുന്ന, എനിക്ക് പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആണ്, ഫസ്റ്റ് ഹാഫ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫാണ് ഈ സിനിമയെ നൈസായിട്ട് അങ്ങോട്ട് അപ്പ് ചെയ്തത്. ഈ സിനിമ ഭയങ്കരമായിട്ട് ഇത് നമുക്കൊരു ഗ്രിപ്പ് കിട്ടിയത് സെക്കൻഡ് ഹാഫ് എന്നാണ്. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഇവരെ കുറച്ച് കോമഡി എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളികൾക്ക് വർക്കാവാത്തതായിരിക്കും, ചിലർക്ക് വർക്കായിട്ടുണ്ടാവും. എന്റെ ഒപ്പീനിയൻ ആണ് ഞാൻ പറഞ്ഞത്. അതായത് അവരെ ഒരു കോമഡി നമുക്ക് ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്തു. പിന്നെ ഇത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമ അങ്ങോട്ട് ടോട്ടലി മാറി, പരിപാടി മാറി. ഇത് വേറെ ലെവലിലേക്ക് പോകാൻ തുടങ്ങി. അതെ, സെക്കൻഡ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ എൻഗേജിങ്. എന്റെ ഒപ്പീനിയൻ എനിക്ക് രണ്ടും ഫസ്റ്റ് ഹാഫും എനിക്ക് ഞാൻ ഇങ്ങനെ കേട്ടു. ചിലവരൊക്കെ പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്. അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പേഴ്സണലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ എന്താന്ന് വെച്ചാൽ ഞാൻ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ എനിക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. മെയിനായിട്ട് എന്താന്ന് വെച്ചാലേ ആ വർക്ക് ഉണ്ടല്ലോ, ബംഗ്ലാന്റെ ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രഫി. ഇതില് പറയേണ്ടത് VFXന്റെ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആണ്. അതായത് VFXയിൽ ചെയ്തിരിക്കണ, ഞാൻ പറഞ്ഞ അതിൽ ഫുള്ളായിട്ടല്ല ഞാൻ പറയണേ, അതിൽ ആ പുലിയുടെ വരുന്ന സീൻസ് ആയാലും ആ കാടിന് എടുത്തിരിക്കുന്ന സീൻസ് ആയാലും അവരത് നന്നായിട്ട് അത് പണിയെടുത്തിട്ടുണ്ട്. അതായത് ആർട്ട് വർക്ക് ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി, ഫൈറ്റ് സീൻസ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്, അത് നമുക്ക് ഒരിക്കലും ആ ലൂപ്പ് ഇട്ട് ചെയ്തതാണെന്ന് തോന്നത്തേ ഇല്ല. അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ അല്ല. കാട്ടിലെടുക്കുന്ന ആ ഫൈറ്റ് ഒക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫില് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയി. പിന്നെ എനിക്ക് ചെറിയൊരു ലാഗ് പോലെ തോന്നി. കാരണം അതിലൊരു നമ്മളൊരു നടനുണ്ട്, അതില് ഒരു ഗുൽഷാൻ ദേവ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ട് ഇതില് ആ രാജാവിന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിയുടെ പെർഫോമൻസ് എനിക്ക് അതിൽ മിസ്മാച്ച് പോലെ തോന്നി. കാരണം പുള്ളി അതിനൊരു ഓക്കെ ആണോ എനിക്ക് പുള്ളി ആക്ച്വലി നല്ല പെർഫോമൻസ് ആണ്. പുള്ളി ചെയ്തിരിക്കുന്നത് ഗുലാബ്സ് ആൻഡ് ഗൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ദുൽഖർ സൽമാന്റെ ഒരു വെബ് സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ആ സിനിമയിൽ പുള്ളി ചെയ്തിരിക്കുന്ന ഒരു സ്വാഗും പുള്ളി ചെയ്തിരിക്കുന്ന ഒരു ഓറയുണ്ട്. ആ ഒരു കിടിലം വില്ലൻ
ഇതിലൊരു ഭയങ്കര ഒരു കോമഡി പീസ് ആക്ടറാണ് ഇതിനകത്ത് പോർട്രേ ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, പുള്ളിക്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ചിലപ്പോ എനിക്ക് തോന്നുന്നത് മേ ബി കഥയുടെ ഇതായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫിന് അതിൽ എന്തൊക്കെയോ ഇവര് ഒന്നിങ്ങനെ എന്തുവായി കാണിക്കുന്നേന്നുള്ളൊരു തോട്ട് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഗ്രിപ്പായി. അതുപോലെ ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ കിഡിലനാണ്. ഇന്റർവൽ ബ്ലോക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടറാണ് റുക്മിണി വസന്ത് പറഞ്ഞിട്ടുള്ള ലേഡി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരത്ത് ചെയ്തിരിക്കുന്നത് ഒരു ഒന്നൊന്നര സാധനമാണ്. ഒരു ബാഹുബലിയാണ്, കന്നഡയിലെ ഒരു ബാഹുബലി തന്നെയാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് ഒക്കെ ബാഹുബലി പോലെ ഒരു സാധനം കിട്ടി. യുദ്ധം നൈസായിരുന്നു, ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് വരുന്നതെന്ന് വെച്ചാലേ ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇതല്ലാതെ കൂടുതലായിട്ട് ഇവര് ഈ ഋഷഭ് ഷെട്ടി ആക്ടിങ്ങിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടാണ്. ഋഷഭ് ഷെട്ടിന്റെ ഒരു സാധനം നോക്കി നോക്ക്. റൈറ്റ് ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണ്, ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണ്, ആക്ട് ചെയ്യണത്. ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പരിപാടിയല്ല അത് എത്ര സ്ട്രെസ്സും ടെൻഷനും അടിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞാല്, ജയറാം നമ്മളെ മലയാള സിനിമയില് സാധാരണ ജയറാം എന്ന് പറഞ്ഞാല് അന്യഭാഷകളിൽ പോയിട്ട് കോമഡി പീസ് ആവലാണ്. എല്ലാം ഈ പുള്ളിക്കാരൻ ഇപ്പൊ എടുത്ത് വന്നിരിക്കുന്ന എല്ലാ പടങ്ങളും ഒരു ഭയങ്കര കോമഡി പീസാണ്. പക്ഷെ ഈ സിനിമയിൽ വന്നപ്പോ പുള്ളി നൈസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ക്ലൈമാക്സ് പോർഷൻ ഒക്കെ ഉണ്ട്, അത് പുള്ളി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ട്. പുള്ളി അങ്ങോട്ട് ഞാൻ ജയറാമൻ ഇത്രയും കിടിലൻ, പുള്ളിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സാധാരണ പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ മറ്റു ഭാഷകളിൽ കൊണ്ടുപോയിട്ട് മലയാള നടന്മാരെ കുറെ പേരെ കൊണ്ടുപോയിട്ട് മോഹൻലാല് റെമ്യൂണറേഷൻ കിട്ടുന്നത് കൊണ്ട് ഇവര് പോയി അഭിനയിക്കുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ ഊള റോള് കൊടുത്തിട്ട് മരെ സൈഡാക്കും. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. കാരണം നമ്മുടെ ഇത്രയും നല്ല ആക്ടേഴ്സ്. പിന്നെ ജയറാമിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാലേ, ഒരു ക്രിഞ്ച് പരിപാടി ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നത് പഴയ ഒരു മെത്തേഡിലായതുകൊണ്ട് ഒരു ക്രിഞ്ച് സാധനം വരും. അത് ഇതിനകത്ത് അധികം വന്നിട്ടില്ല, അത് ഇതിനകത്ത് അധികം കാണിച്ചിട്ടില്ല. കന്നഡ ഇൻഡസ്ട്രിയിൽ ഇനി വേറൊരു ഷെട്ടി പടം, പ്രൊഡ്യൂസർ ആണെങ്കിൽ ഹോംബാലെ പ്രൊഡക്ഷൻ ആണ്, ഒന്നും പറയാനില്ല. അവരെ പടങ്ങളൊക്കെ എല്ലാം KGF പോലുള്ള പടം അവരൊക്കെ ചെയ്ത വർക്കുകളാണ്. അപ്പൊ കന്നഡക്ക് ഇനി ഒരു നായികക്കല്ലും കൂടിയാണ് ഈ പടം എന്ന് പറയുന്നത്, കാന്താര 2 എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം. ഡെഫിനറ്റ്ലി ഈ പടം ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരിക്കും. ഇത് എന്തായാലും ഒരു 500 കോടിക്ക് മുകളിൽ എന്തായാലും 1000, ഞാൻ പറഞ്ഞ 1000 കോടി അടിക്കുന്നവരാണ് ഇവര്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. ഇപ്പോഴത്തെ ഈ പാൻ ഇന്ത്യ പടങ്ങളെല്ലാം ഏകദേശം 1000 കോടിയിലേക്ക് എത്തും. ഇപ്പൊ ലോക തന്നെ ഇപ്പോ ഏകദേശം 300-400 കഴിഞ്ഞു ലോക സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഞാൻ പറയാം, ലോക കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു പടം, ഇങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടിയ പടം ഇപ്പൊ രണ്ടാമത് നടക്കുന്നത് ഇപ്പൊ ഈ ഒരു പടമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്രയും. ഇല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് ചിലപ്പം പണിവാളും എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞ ഈ സെക്കൻഡ് പാർട്ട് വരുന്ന പടങ്ങളെല്ലാം മേ ബി ഇങ്ങനെയാണ്. അതായത് നമുക്കൊരു എക്സ്പെക്ടേഷൻ പേടിയാണ്. കാരണം ഓൾറെഡി ഇവർ ഹപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത്ര ലെവലിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലേക്ക് എത്തിക്കണം രണ്ടാമത്തെ പടം വരുന്നത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന വളരെ കുറച്ച് പടങ്ങളേ ഉള്ളൂ. ഈ KGF പോലുള്ള പടങ്ങൾ, ബാഹുബലി പോലുള്ള പടങ്ങൾ, അങ്ങനെ കുറച്ച് പടങ്ങളേ ഉള്ളൂ. എസ്പെഷ്യലി ഫസ്റ്റ് പാർട്ടില് കാന്താര എന്ന് പറയുന്നത് മിത്തോളജിക്കൽ മൂവിയാണ്, മിത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതായതുകൊണ്ട് ഇതിനകത്ത് എന്താ ചെയ്യാ, അതിനകത്ത് ചെയ്യാനുള്ള മാക്സിമം ആ ക്ലൈമാക്സിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടില്. അപ്പോ ഇതില് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇതില് ടെക്നിക്കലി ബ്രില്യൻ വർക്ക്. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു വെച്ചാല്, മണ്ണും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പടമാണ്. അതെ, എക്സാക്ട്ലി. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു, ഇത് ചേർന്നൊരു സാധനമാണ്. എനിക്ക് അങ്ങനെ തോന്നിയ എന്റെ ഫീൽ തോന്നിയത്. അതായത് മണ്ണും മനുഷ്യനും ദൈവവും, ഈ മൂന്നും ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. നേച്ചർ, മനുഷ്യൻ, ദൈവം. അത് ശരിയാ, കറക്റ്റാ. കാരണം ഇതിനെ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ഋഷഭ് ഷെട്ടി പുള്ളി ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. അറിയാലോ, ഇപ്പൊ കന്നഡ ഇൻഡസ്ട്രീനെ തന്നെ ഹപ്പ് ചെയ്യുന്നത് ഈ ഷെട്ടി ടീംസ് തന്നെയാണ്. ഷെട്ടി ഗാങ്സ് ആണ്. കാരണം ഇപ്പൊ ഇതിന് മുന്നേ നേരത്തെ വന്ന പടങ്ങളൊക്കെ അങ്ങനെയാണ്. സൂസു അതിന് മുന്നേ പുള്ളി കുറെ ചെയ്ത് ഒരുപാട് പടങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഗ്യാങ്ങിലുള്ള മറ്റേ ഷെട്ടിയുടെ ചാർലി അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. ഇവരുടെ പടമൊക്കെ എന്താണെന്നറിയോ, ഒരു സോൾ ഉണ്ട് എല്ലാ പടത്തിലും. ചുമ്മാ ഒരു പടം ഇറക്കുന്നല്ല. കന്നഡ പടം അല്ലെങ്കിൽ തെലുങ്ക് പടം എന്നൊക്കെ പറഞ്ഞാൽ അടി ബലയ്യ പടം മാത്രമല്ല, ഇവര് വന്നതിന് ശേഷം ക്വാളിറ്റി മൂവീസ് അല്ലെ. എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ വെച്ചാല്, ഈ ഋഷഭ് ഷെട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഡബിങ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആണ്. കാരണം അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ബാക്കി എല്ലാവരും ഓക്കെയാണ്,
പക്ഷെ ഈ നായകൻ അധികം കണ്ടുവരുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന അന്യഭാഷയിൽ കണ്ടുവരുന്നത് ഒന്നല്ലെങ്കിൽ പ്രഭാസിന് കൊടുത്തതും KGF-ന്റെ ആക്ടറിന് കൊടുത്ത പോലത്തെ യാഷിന് കൊടുത്ത പോലത്തെ സെയിം ഒരേ വോയിസ് പോലെയാണ്. പക്ഷെ ഇതൊരു മാറ്റമുണ്ട്. അത് ആരാ ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ അത് കിടിലം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരിക്കലും അതൊരു പുള്ളി ഡബ് ചെയ്തതാണെന്ന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് B. അജിനേഷ് ലോകനാഥാണ്. അപ്പൊ മ്യൂസിക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? മ്യൂസിക് എനിക്കത് പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി അവര് ചെയ്തു വെച്ചിരിക്കുന്ന നേരത്തെ കാന്താറിൽ ചെയ്തു വെച്ചിരിക്കുന്ന അതേ സെയിം മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയുടെ അതന്നെയാണ്. പക്ഷെ പുള്ളി അത് ക്ലൈമാക്സിലേക്ക് വരുമ്പോ ആ സാധനം ഉണ്ടല്ലോ, ആ പാട്ട് കാന്താര ഫസ്റ്റിൽ വന്നിട്ടുള്ള ആ സാധനം അത് നല്ല രീതിയിൽ അത് ഹപ്പായിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മ്യൂസിക്കിൽ മാത്രം ചെറിയൊരു ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. ആ കുതിരയുടെ മേളിലൊക്കെ കയറിയിട്ട് വരുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അവസാനത്തെ കുറച്ച് നല്ല സീൻസ് ഒക്കെ അതിനകത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. അതേപോലെ സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സിനിമയിൽ പല സീൻസും എനിക്ക് ഭയങ്കര വാവായിട്ട് തോന്നി. ഫ്രെയിം ആണെങ്കിലും ഗ്രേഡ് ആണെങ്കിലും അതിന്റെ കളർ ഗ്രേഡ് ആണെങ്കിലും പക്കയായിരുന്നു. അതിലൊരു ചെറിയ, എനിക്ക് സാറിന് ഓർമ്മ അറിയില്ല, ആ ഒരു മൂണിനെ കാണിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ ചാടുന്ന ഒരു സാധനമുണ്ട്. പിന്നെ സൂര്യൻ പൊട്ടിത്തെറിച്ച് വരുന്ന, നമുക്ക് എല്ലാം പറയാൻ പറ്റുമെന്ന് അറിയില്ല. പല സീൻസും നൈസായിട്ട് നമ്മ പോലും അറിയാതെ ചില VFX ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, VFX-ഉം നല്ല ബ്ലെൻഡിങ് ആയിരുന്നു. VFX-നകത്ത് എനിക്ക് VFX എല്ലാം ഒരു 95% ഒക്കെ ആയിരുന്നു. അതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്കൊരു ഒരു കാർട്ടൂൺ ലെവലിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാതെ പോലെ തോന്നിയത്. അതായത് ഒരു ഗുഹയ്ക്കകത്തുനിന്ന് ഒരു ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഋഷഭ് ഷെട്ടി ഗുഹയ്ക്കകത്തുനിന്ന് ഒരു മെയിൻ സീനാണത്, മെയിൻ സ്ഥലത്താണ്. അപ്പൊ അവിടുന്ന് ഒരു ക്യാരക്ടർ മീറ്റ് ചെയ്യുന്നത് അതൊരു കാർട്ടൂൺ പോലെ എനിക്ക് തോന്നി. കടുവയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് പോർഷനിലൊക്കെ ഋഷഭ് ഷെട്ടിയുടെ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, നമ്മളതിൽ സീൻ പറയാൻ പറ്റൂല. പക്ഷെ ആ സാധനം അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. ക്ലൈമാക്സ് കാന്താര 1 നമ്മൾ എങ്ങനെ എക്സൈറ്റ്മെന്റ് ചെയ്തു അതിന്റെ ഡബിൾ എന്ന് പറയാം. സെക്കൻഡ് ഹാഫ് വേറെ എലിവേറ്റ് ചെയ്ത് പോവാണ്, വേറെ ലെവലിലേക്ക് പോവാ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. അപ്പൊ ആരും ഇത് മിസ്സാക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാം. കാരണം ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ പോലും സിനിമ ഫുൾ എല്ലാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കിടിലം പടം, കണ്ടിരിക്കാം. അത് നല്ല തിയേറ്ററിൽ പോയിരുന്നു കാണാം. ഞാൻ ഇതിലൊരു പറയാനുള്ള വെച്ചാല് നമ്മള് പോയി കണ്ടിരിക്കണ തിയേറ്ററിൽ നമുക്ക് കിട്ടിയൊരു ചെറിയ ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൗണ്ട് പക്കയായിരുന്നില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ ഇപ്പൊ തിയേറ്റർ നമ്മൾ പറയാൻ പറ്റൂല, പക്ഷെ നമ്മൾ പറയണം, നമുക്ക് പോയ കണ്ട ഒരു എക്സ്പീരിയൻസ് അത് നമ്മൾ വല്ലാണ്ട് സിനിമയെ ഭയങ്കരമായിട്ടത് ഡബിങ് ഫിലിമിങ് കൂടെ ആവുമ്പോ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലുള്ള പടങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മസ്റ്റ് വാച്ച്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളിനി ഇത് പുതിയതായിട്ടൊരു റിവ്യൂ പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ താഴെ കാണുന്ന കമന്റിലേക്ക് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സൈനിങ് ഓഫ്, ഉമർ, സിബാൻ, ബൈ.